കാളിദാസ് തുടരുക. ഇപ്പോൾ രേണുകയുടെ അടുത്ത് നമുക്കൊരു വിശിഷ്ട അതിഥി എത്തിയിട്ടുണ്ട്. രേണുക, ആ അതിഥിയെ നമുക്ക് ഒട്ടും എല്ലാവർക്കും അറിയുന്ന അതിഥി തന്നെയാണ്, പരിചയപ്പെടുത്താം. നമ്മുടെ സ്പെഷ്യൽ അതിഥി അല്ലെങ്കിൽ കേരള വിഷന്റെ മെയിൻ അല്ലെങ്കിൽ കേരള വിഷന്റെ ഒരു സൂപ്പർ താരം എന്ന് വേണം പറയാൻ. എല്ലാവർക്കും അറിയാം ഈ അതിഥി ആരാണെന്ന്. കേരള വിഷന്റെ പല പ്രോഗ്രാമിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു അതിഥിയാണ്. അപ്പം നമ്മളിപ്പം യാദൃശികമായിട്ട് ഇവിടെ വന്നപ്പോൾ കഴിക്കാൻ വേണ്ടി പോയതാണ്, ഞാൻ പിടിച്ചിറക്കിക്കൊണ്ട് വന്നതാണ്. ഗംഭീരമായിരിക്കും. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സന്തോഷമാണല്ലോ ഇത്. ഈ കലോത്സവം, സംസ്ഥാന കലോത്സവം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ, തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ നമ്മൾ അനന്തപുരിക്കാർക്ക് ഒരു സന്തോഷമാണ്, പ്രത്യേക സന്തോഷമുണ്ട്. ഞാൻ നാടകം കണ്ടിരുന്നു. ഇപ്പോൾ ടാഗോർ നടക്കുന്ന നാടകം അസാധ്യം കേട്ടോ. കുട്ടികൾ ഗംഭീര പെർഫോമൻസ് ആണ്. നമ്മൾ അവരെ കണ്ടു പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നവർ. അത്ര ഗംഭീരമായിരുന്നു. പിന്നെ ഒരു വൈബ്, ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ഇപ്പോൾ IFFK കഴിഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സംസ്ഥാന കലോത്സവത്തിന് വേദി ഒരുക്കി തയ്യാറായിരുന്നു. ഇപ്പോൾ ദിവസങ്ങളോളം ഇങ്ങനെ കുട്ടികളിങ്ങനെ രാപകലില്ലാതെ, കുട്ടികൾ മാത്രമല്ല പാരൻസും നമ്മുടെ നാടും നമ്മുടെ സർക്കാരും നമ്മുടെ സംവിധാനങ്ങളൊക്കെ അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. മാധ്യമപ്രവർത്തകരും ഒബ്വിയസ്ലി നമ്മളൊക്കെ ചെയ്യുന്ന സമയത്ത്, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇത്തരം കാഴ്ചകൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാട്ടി കൊടുക്കാൻ പറ്റില്ലായിരുന്നു. കാരണം നമ്മൾ പത്രത്തിൽ വരും മാത്രമാണ് നമ്മൾ ജനം അറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ മക്കളൊക്കെ പങ്കെടുക്കുമ്പോൾ അവർ പങ്കെടുക്കുന്ന സമയം തന്നെ ഇതുപോലെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിന് മാധ്യമപ്രവർത്തകരോട് ഒരുപാട് സന്തോഷമുണ്ട്. ഈ പടയടത്തിന്റെ ഒരു ഫുഡിനെ പറ്റി ഒന്ന് പറയോ? എങ്ങനെയാണ് ഈ ഫുഡിന്റെ രുചി, കാര്യങ്ങൾ? ഞാൻ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തെ എനിക്കറിയാം, അദ്ദേഹം നേരിട്ട് പരിചയമുള്ള ആളാണ് എനിക്ക്. ഞാൻ ഈ നമുക്ക് 2013 ഞാൻ ഈ ഒരു കുക്കറി ഷോ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ വിഭവങ്ങളൊക്കെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ച ഒരാളാണ് ഞാൻ. അത് അല്ലെങ്കിലും ഞങ്ങളുടെ റിലേറ്റീവിന്റെ വിവാഹത്തിനൊക്കെ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും മലയാളികൾക്ക് എന്നും അഭിമാനകരമായ ഒരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു നളനാണ് അദ്ദേഹം, അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അത് നമ്മുടെ ഇതും നമ്മുടെ കലോത്സവത്തിന്റെ ഒരു ഭാഗമാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു കലോത്സവം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. വർഷങ്ങളായിട്ട് അദ്ദേഹം തന്നെ ചെയ്യുന്നു. ഇപ്പോഴും അത് തുടരുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം. ചേട്ടന്റെയും കേരള വിഷന്റെയും ബന്ധം നമുക്കറിയുന്ന പോലെ പ്രേക്ഷകർക്ക് നല്ലതായിട്ട് അറിയാം. കേരള വിഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാനെന്നും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് അച്ചാണ്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ പ്രിയപ്പെട്ടവരാണ്. കേരള വിഷന്റെ എല്ലാ വർഷത്തെ നമ്മൾ ഗെറ്റ് ടുഗദറിനൊക്കെ ഞാനുണ്ടാവും. ഞാനായിരിക്കും ആങ്കർ ചെയ്യുന്നത്. അവാർഡ് നൈറ്റ് ഞാനായിരിക്കും മിക്കവാറും ഉണ്ടാവുന്നത്. അപ്പോൾ കേരള വിഷൻ എൻ്റെ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ. എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. കാരണം ഇപ്പോഴും എൻ്റെ നമ്മൾ കേരളത്തിലെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാനുള്ള കേരള മനോഹരം എന്നൊരു പ്രോഗ്രാം ഞാൻ ആങ്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരള വിഷൻ എന്നും എൻ്റെ കുടുംബമാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ അംഗമാണ് ഞാൻ എന്ന് പറഞ്ഞതിൽ അഭിമാനമേ ഉള്ളൂ. ഇല്ല രേണുക, പ്രതീക്ഷിച്ചില്ല. സന്തോഷം, താങ്ക് യു സോ മച്ച്. എന്നെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കേരള വിഷൻ മനസ്സിലായി, ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ കേരള വിഷന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാവിധ ആശംസകൾ നേരുകയാണ്. പുതിയ വർഷം ഏറ്റവും ഗംഭീരമായിട്ട് പ്രാർത്ഥിക്കുന്നു, അല്ലേ? പ്രതീക്ഷയോടും പ്രത്യാശയോടും നമ്മൾ കാത്തിരുന്ന പുതുവർഷം 2025 നമ്മളെ തേടിയെത്തി. എല്ലാം ഗംഭീരാവട്ടെ. അദ്ദേഹം ഭയങ്കര തിരക്കിലാണ്, ആരാധകർ അദ്ദേഹത്തെ. തീർച്ചയായും കേരള വിഷന് സുപരിചിതനായിട്ടുള്ള ഒരു അതിഥി തന്നെയാണ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്.